ന്യൂസ് റൂം നിശബ്ദമാക്കുന്ന പറപ്പിക്കൽ. ബി.ജെ.പി. നേതാവ് ഓടിയിറങ്ങുന്ന ഗതികേടിലാണ്. NIA, CAA, SIR ഒക്കെ കൊണ്ടുവരുന്നത് അതിർത്തി കടന്നെത്തുന്ന അപരന്മാരെ ഈ രാജ്യത്തേക്ക് കുടിയേറുന്ന അപരന്മാർക്ക് തടയിടാനാണ്. എന്നാൽ ഇത്തരക്കാർക്ക് ബ്രസീലിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിക്കുന്നതിന് കുഴപ്പമില്ലേ? ഒന്നും രണ്ടുമല്ല, 22 വോട്ടുകൾ. അങ്ങനെ ഒരേ രൂപത്തിൽ പല പേരിൽ പല പല ബൂത്തുകളിൽ തുടരെ കള്ളവോട്ട്. 8-ൽ ഒരാൾ കള്ളവോട്ട് ചെയ്യുന്നു. അങ്ങനെ കോൺഗ്രസ് വിജയിക്കുമെന്ന് ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറിമായം. 45 ദിവസം കൊണ്ട് എല്ലാം ഡിലീറ്റ് ചെയ്യൽ. അതീവ നാടകീയമായ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നടുക്കു വന്നു നിന്നുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം രാഹുൽ ഗാന്ധി പൊട്ടിച്ച ബോംബ് ഇന്നിപ്പോൾ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. അവിടെ ബി.ജെ.പി. നേതാക്കളും കേന്ദ്രമന്ത്രിമാരും എല്ലാവരും ബബ്ബ അടിക്കുകയാണ്. അതെങ്ങനെയാ ഒരു ദിവസം 223 വോട്ടൊക്കെ ഒരാൾക്ക് പലയിടത്തായി ചെയ്യാനാവുക എന്ന ചോദ്യമാണ് കേന്ദ്രമന്ത്രി സംശയമായി ഉന്നയിച്ചത്. അതിനാര് പറഞ്ഞു ഈ പറഞ്ഞ ഫോട്ടോയിൽ കാണുന്ന ആളുകളാണ് പോയി വോട്ട് ചെയ്തത് എന്ന്? ഒരാൾ 2 വോട്ട് ചെയ്യുന്നു. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കള്ള വോട്ടിനെ കുറിച്ചല്ല, പകരം വോട്ട് കൊള്ളയെ കുറിച്ചാണ് രാഹുൽ പറയുന്നത്. ലക്ഷക്കണക്കിന് വോട്ടുകൾ ഒരേ മണ്ഡലത്തിൽ നിന്നും മോഷ്ടിക്കുന്ന വമ്പൻ കളികളെ കുറിച്ചാണ് രാഹുൽ തുറന്നു കാട്ടുന്നത്. അതിനു പിന്നാലെ കേരളമടക്കമുള്ള സകല സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസ് നേതാക്കൾ ഈ വിഷയത്തെക്കുറിച്ച് കാര്യമായി തന്നെ എണ്ണി പറയുകയാണ്. അങ്ങനെ ഈ ഹൈഡ്രജൻ ബോംബ് രാജ്യം മുഴുവൻ പൊട്ടിക്കുകയുമാണ് കോൺഗ്രസ്. കഴിഞ്ഞ ദിവസത്തെ അന്തിച്ചർച്ചയിൽ കോൺഗ്രസിന്റെ യുവ നേതാവായ ജിൻഡോ ജോൺ ഈ വിഷയത്തിൽ കാര്യമായി തന്നെ തുറന്നടിച്ചുകൊണ്ട് ബി.ജെ.പി. നേതാവിനെ അട്ടം കയറ്റുന്നുണ്ട്. ആ വീഡിയോ ഒന്ന് കാണാം. നേരത്തെ ഇന്ന് ഞാൻ കേരളത്തിലെ ഒട്ടുമിക്ക ദൃശ്യമാധ്യമങ്ങളിലും BJP-യുടെ പ്രതിനിധികളുടെയൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞത് അവരുടെ കാര്യകർത്താക്കൾ നടത്തുന്ന സേവന പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടാണ്. മുൻപും ഈ കാര്യകർത്താക്കൾ എന്നുള്ള വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. ബട്ട് ഇതെന്താ പരിപാടി നോക്കിയാൽ നമ്മളൊക്കെ ആദ്യം വിചാരിച്ച RSS കാര്യകർത്താക്കൾ എന്ന് പറഞ്ഞാൽ ആളുകളെ പോയി ബോംബിട്ട് കൊല്ലുക, അല്ലെങ്കിൽ ആസൂത്രണം ചെയ്ത് കലാപം നടത്തുക, വിദ്വേഷ പ്രചരണം നടത്തുക, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ വിചാരിച്ചത്. ഇപ്പോഴാണ് മനസ്സിലായത് ഈ കാര്യകർത്താക്കളുടെ മറ്റൊരു പ്രധാന പരിപാടിയാണ് മറ്റ് നാടുകളിൽ സ്വന്തം സംസ്ഥാനം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ വരെ പോയി കള്ളവോട്ട് ചെയ്യുന്നതും കാര്യകർത്താക്കളുടെ പ്രധാന കലാപരിപാടിയാണെന്ന്. ഇവിടെ RSS അശരീരികളും അദൃശ്യരായിട്ടുള്ള മനുഷ്യരെ കൊണ്ട് വോട്ട് ചെയ്ത് കള്ളവോട്ട് ചെയ്ത് നരേന്ദ്രമോദിയെ ജയിപ്പിക്കുന്നു. ഹരിയാന ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും, മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലെയും ജനവിധിയെ അട്ടിമറിച്ചുകൊണ്ട് അധികാരത്തിലെത്തുന്നു എന്നുള്ളതിന്റെ ഫാക്ട് എല്ലാം പുറത്തുവിട്ട് പ്രതിപക്ഷ നേതാവ് ഇവിടെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പരസ്യമായിട്ട് പൊതുജനങ്ങളോട് സംവദിക്കുന്നു. ഇവിടെയുള്ള ഒരു പ്രശ്നം ടെലിപ്രോംപ്റ്റർ ഇല്ലാതെ, ഞാൻ പറയാം ടെലിപ്രോംപ്റ്റർ ഇല്ലാതെ ഈ രാജ്യത്തെ എന്നല്ല ലോകത്ത് ഒരു മനുഷ്യനോട് പോലും പരസ്യമായിട്ട് സംവദിക്കാൻ പറ്റാത്ത, ടെലിപ്രോംപ്റ്ററിൽ എഴുതി കാണിക്കുന്നത് നിന്നുപോയാൽ നാവനക്കാൻ പറ്റാത്ത നരേന്ദ്രമോദിക്ക് രാഹുൽ ഗാന്ധിയുടെ ധൈര്യമൊന്നും ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇന്നില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അടുത്തത്, വോട്ട് ചോരിയുടെ ആദ്യഘട്ടത്തിലെ ആരോപണം ഉന്നയിച്ച് രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തിയപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് ഒന്നുകിൽ പരാതി തരണം, അല്ലെങ്കിൽ സത്യവാങ്മൂലം തരണം, അല്ലെങ്കിൽ ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കുന്നു. എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? സെൻട്രൽ ഇലക്ഷൻ കമ്മീഷന് എന്ത് നിയമ നടപടി സ്വീകരിച്ചു? ചീഫ് ഇലക്ഷൻ കമ്മീഷണർ വല്ല നിയമ നടപടി സ്വീകരിച്ചോ? ഒന്നും സ്വീകരിച്ചില്ല. BJP-യുടെ ഒരു ബൂത്ത് ഭാരവാഹിയുടെ നിലവാരത്തിലേക്ക് പത്രസമ്മേളനം നടത്തി ഒളിച്ചു കിടക്കുന്നതിനപ്പുറം ഒരു നിയമ നടപടി സ്വീകരിച്ചില്ല. ഫോം 6ഉം ഫോം 6ഉം ഒക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന രീതിയിലേക്കുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു. ഇനി ഇവിടെ SIR നടപ്പാക്കുന്നത്, NRC നടപ്പാക്കുന്നത്, CAA നടപ്പാക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ പറഞ്ഞ? അതിർത്തി രാജ്യങ്ങളിൽ നിന്ന് അതിർത്തി കടന്നെത്തുന്ന അപരന്മാരെ, അന്യന്മാരെ, അവരെ ഈ രാജ്യത്തേക്ക് കുടിയേറി വരുന്ന അവന്മാരെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നത് എന്നാണ് ഇവർ പറഞ്ഞത്. ബ്രസീലിൽ നിന്ന് ആളുകൾ വന്ന് വോട്ട് ചെയ്യുന്നതിൽ ഈ പാർട്ടിക്ക് ഒരു പ്രശ്നമില്ല. അഖണ്ഡ ഭാരത സംസ്കാരത്തിന് വേണ്ടിയിട്ട് പോരാട്ടം നടത്തുന്ന, ജനങ്ങളെ തമ്മിലടിപ്പിച്ച് കൊല്ലാൻ നോക്കുന്ന ആളുകൾക്ക് ഈ ബ്രസീലിൽ നിന്ന് വരെ വന്ന് ആളുകൾ കള്ളവോട്ട് ചെയ്തു പോകുന്നതിൽ ഒരു പരാതിയും ആക്ഷേപമില്ല. ഞങ്ങൾ പറയുന്നത് കോൺഗ്രസിന് വോട്ട് ചെയ്തില്ല അല്ലെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടാണ്, അതൊന്നല്ല ഞങ്ങളുടെ പ്രശ്നം. ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ അട്ടിമറിച്ചു എന്നുള്ള വ്യക്തമായ രേഖകൾ പുറത്തുവിട്ടിട്ട് BJP-ക്ക്, ഈ രാജ്യത്തെ രാജ്യസ്നേഹികളുടെ മൊത്തം അട്ടിപ്പേർ അവകാശപ്പെടുന്ന BJP-ക്കും RSS-നും എന്തേ ഒരു പരാതിയില്ലാത്തത്? ഇനി നിങ്ങൾ പറയുന്നു ഈ പറഞ്ഞതൊക്കെ രാഹുൽ ഗാന്ധി നടത്തിയ തെറ്റിദ്ധാരണയാണ്, രാഹുൽ ഗാന്ധിക്ക് കഴിവില്ല, നിങ്ങൾ കോടതിയിൽ പോയില്ലല്ലോ എന്ന്. ഞാൻ ചോദിക്കട്ടെ, തെരഞ്ഞെടുപ്പിന്റെ സമയം, പോളിംഗിന്റെ സമയം കഴിഞ്ഞിട്ട് വെറുതെ സ്ട്രോങ് റൂമിൽ കയറ്റി വെച്ചിരിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വോട്ടുകൾ പെറ്റുപെരുകുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ?
ലക്ഷക്കണക്കിന് വോട്ടുകളല്ലേ വോട്ട് എണ്ണുന്നത് വരെ, പോളിംഗ് കഴിഞ്ഞ് വോട്ട് എണ്ണുന്നത് വരെ പെറ്റുപെരുകിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ഈ ചർച്ചയിലെ മുഴുവൻ ചോദ്യങ്ങളോടും ഷാബു പ്രസാദിന്റെ പരിഹാസം. ഷാബു പ്രസാദ് പരിഹസിക്കുന്നത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥിതിയാണ്, ഇന്ത്യൻ ഭരണഘടനയാണ് നിങ്ങൾ പരിഹസിക്കുന്നത്. ഇവിടെ ഞങ്ങളെ കളിയാക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു ആക്ഷേപമില്ല. സംഘപരിവാറിനും RSSനും BJPക്കും ഈ കളിയാക്കലും കള്ളവോട്ട് ചെയ്യലും ആളുകളെ തമ്മിലടിപ്പിച്ച് കൊല്ലാക്കൊല ചെയ്യലും കൊള്ളയടിക്കലും അല്ലാതെ വേറൊരു പണിയും അറിയില്ല എന്നും ഞങ്ങൾക്കറിയാം. ഇവിടെയുള്ള പ്രശ്നം എന്താ? ഷാബു പ്രസാദിനോട് രണ്ടാമത് താങ്കൾ രാജ്യസ്നേഹി അല്ലേ എന്ന് അജിംസു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ രാജ്യസ്നേഹിയല്ല. എന്ത് എളുപ്പത്തിലാണ് പറഞ്ഞത്? ഒരു RSSകാരനായിട്ടുള്ള ഒരാൾ പറയും ഞാൻ രാജ്യസ്നേഹിയല്ല. 100% ശരിയാ. 77 വർഷം മുമ്പ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ഇടനെഞ്ചിലേക്ക് വെടിവെച്ച് കൊന്നവർക്ക് എണ്ണ പകർന്ന കാഞ്ചി വലിച്ച RSSകാര് രാജ്യദ്രോഹികൾ തന്നെയാ. 100% ശരിയാ. താങ്കൾ അത് അംഗീകരിച്ചെന്നല്ലോ. ഈ രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിച്ചുകൊണ്ട് നരേന്ദ്രമോദി ഈ തോന്നിവാസം മുഴുവൻ നടത്തുമ്പോഴും താങ്കൾ ഉറച്ചു പറഞ്ഞല്ലോ രാജ്യസ്നേഹി അല്ലെന്ന്. ശരിയാണ്, താങ്കൾ രാജ്യദ്രോഹികളുടെ പക്ഷത്ത് തന്നെയാണ്.